നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. കോൺഗ്രസ് ബൂർഷകളുടെ പാർട്ടിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ല് മാല പരാതിയിൽ വനം വകുപ്പ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പരാതിക്കാരനോട് ഈ മാസം 21-ന് നേരിട്ട് ഹാജരായി മൊഴി നൽകാൻ നിർദ്ദേശം നൽകി വനം വകുപ്പ്. തൃശൂർ മുക്കാട്ടുകരയിൽ ട്രെയിലർ ലോറി ഇടിച്ച് കലുങ്കിന്റെ ഭിത്തി തകർന്നു. പാലക്കാട് ഭാഗത്തേക്ക് പോയ ട്രെയിലർ ലോറിയാണ് അപകടത്തിനിടയാക്കിയത്. മറ്റത്തൂർ മുരുക്കുങ്ങൽ മുപ്ലി റോഡിലൂടെ അമിതഭാരം കയറ്റിയ തടിലോറികൾ പോകുന്നത് നാട്ടുകാർ തടഞ്ഞു. വ്യാഴാഴ്ച രാത്രിയിലാണ് വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടി കയറ്റി വന്ന ലോറി തടഞ്ഞിട്ടത്. ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം തകർച്ച ഭീഷണിയിൽ. പാലത്തിന്റെ അടിഭാഗങ്ങളിൽ കോൺക്രീറ്റ് അടർന്ന നിലയിൽ. പാവറട്ടി മന്നപ്പടിയിൽ മേലിട്ട് ജോസിന്റെ വീട്ടിൽ മോഷണ ശ്രമം. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ഇവിടെ മോഷണ ശ്രമം നടന്നിരുന്നു. പാലിയേക്കര അങ്കമാലി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കുരുക്കൊഴിവാക്കാൻ സമാന്തര പാതയിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും ഭൂരിഭാഗം സമാന്തര പാതകളും തകർന്ന നിലയിലാണ്. തൃശൂർ കുന്നംകുളം പാതയിലെ ഗതാഗത കുരുക്ക് ഒരാഴ്ചയ്ക്കകം പരിഹരിക്കുമെന്ന അധികൃതർ. പൂങ്കുന്നം പുഴയ്ക്കൽ മേഖലയിലെ ഗതാഗത തടസ്സം നീക്കി റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് KSTP അധികൃതർ കളക്ടർക്ക് ഉറപ്പു നൽകി. എരുമപ്പെട്ടി നെല്ലുവായ് സെന്ററിന് സമീപം ബൈക്കിൽ നിന്നു വീണ മധ്യവയസ്കന് പരിക്കേറ്റു. പതിയാരം ആളൂർ വീട്ടിൽ ബോബനാണ് പരിക്കേറ്റത്. പൂരത്തിന്റെ നാട്ടിൽ താളവാദ്യ മഹോത്സവത്തിന് തുടക്കമായി. താളവാദ്യോത്സവം ഞായറാഴ്ച സമാപിക്കും. കൊടുങ്ങല്ലൂർ മേത്തലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പറമ്പിക്കുളങ്ങര എടച്ചാലിൽ പ്രദീപിന്റെ മകൾ നന്ദകൃഷ്ണയാണ് മരിച്ചത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ. വീണ ജോർജിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം SDPI ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ UDF നേതൃത്വത്തിലുള്ള ഭരണത്തിൽ വീഴ്ചയാരോപിച്ച് CPM പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കുറ്റവിചാരണ നടത്തി. മാപ്രാണം സെന്ററിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് CPM ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ ഉദ്ഘാടനം ചെയ്തു. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയ്ക്ക് ബസേലിയോസ് ജോസഫിന് സ്വീകരണം നൽകി. കാട്ടുമാങ്ങാട്ട് പരിശുദ്ധ എബ്രഹാം കുർലിയോസ് ബാവയുടെ 223-ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് ശ്രേഷ്ഠ ബാവയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. ആക്സ് രജത ജൂബിലിയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ സൗജന്യ ഡയാലിസിസ് കെയർ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ നിർവഹിച്ചു. ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. IMA ഇമേജ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മിഡ് സോൺ കസ്റ്റമർ മീറ്റ് നാളെ തൃശൂരിൽ നടക്കും. രാവിലെ 9-ന് IMA മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ ഉദ്ഘാടനം ചെയ്യും. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോടാലി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയിൽ കടമ്പോട് ALP സ്കൂൾ വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തി. വായനയുടെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി റിട്ടയർഡ് അധ്യാപകൻ PA രവി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ലഹരിമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് വില്ലേജ് ഓഫീസർ ശ്രീലതയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കാരമുക്ക് വില്ലേജ് ഓഫീസിൽ കൂട്ടായ്മയൊരുക്കി. വാർഡംഗം കവിത അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ വനത്തിൽ നിക്ഷേപിക്കാൻ വിത്തുണ്ടകൾ തയ്യാറാക്കി. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് വിത്തുണ്ടകൾ തയ്യാറാക്കിയത്. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ശനിയാഴ്ച നടക്കും. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്യും.
സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ചിറളയം BCG സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത കശുവിൻ തൈകൾ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് IMUP സ്കൂളിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിജു ജോസ് ഉദ്ഘാടനം ചെയ്തു. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും ഗണിതശാസ്ത്രത്തിലെ ചതുഷ്ക്രിയകളും ഉറപ്പാക്കി. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ മന്ത്രി R. ബിന്ദു അക്ഷരഗണിതം പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തും. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്കും +2 പരീക്ഷയിൽ 90% മാർക്ക് നേടിയവർക്കും 2020 പാർട്ടി ആദരം നൽകും. മാളയിൽ ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ആദരം ഉദ്ഘാടനം ചെയ്യും. മായന്നൂർ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിൽ 5 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിലെ കോൺക്രീറ്റ് വീട് തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാടിഴയ്ക്ക്. ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ സജിയുടെ വീടാണ് തകർന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് സഹായഹസ്തവുമായി എരുമപ്പെട്ടി വിഭാഗം പൂരാഘോഷ കമ്മിറ്റി. എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം വഴി ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്ക് 50,000 രൂപയുടെ ഇഞ്ചക്ഷൻ മരുന്നുകൾ പൂരാഘോഷ കമ്മിറ്റി സൗജന്യമായി നൽകി. തൃശൂർ തെക്കേമഠം ആചാര്യരത്നം പുരസ്കാരം പ്രശസ്ത പണ്ഡിതനും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രിയും തന്ത്രശാസ്ത്ര കുലപതിയുമായ തരണല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന് സമ്മാനിക്കും. തിങ്കളാഴ്ച തെക്കേമഠം ലക്ഷ്മി മഠത്തിൽ സംഘടിപ്പിക്കുന്ന സൽസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം സമർപ്പിക്കും. മറ്റത്തൂർ മുരിക്കുങ്ങൽ വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും ആശാപ്രവർത്തകരും ചേർന്നാണ് ശുചീകരണം നടത്തിയത്. കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചു. പറപ്പൂക്കര പന്തല്ലൂരിൽ ആരംഭിച്ച കൃഷി KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. കോലഴി പഞ്ചായത്ത് LDF ദുർഭരണത്തിനെതിരെ കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ലയൺസ് ക്ലബിന്റെ പുതിയ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും സെക്കൻഡ് VDG വിസിറ്റും ഞായറാഴ്ച നടക്കും. ചടങ്ങിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും. പഴനിയിൽ വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് തൃശൂർ സ്വദേശികളായ 7 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉൾപ്പെടെ 16 പേർ യാത്ര ചെയ്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.